ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നന്നാവാൻ ഒന്നാവാം എന്നതിലെ ആദ്യത്തെ ലെസണിലെ കള്ളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പാഠഭാഗമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD4 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്. എന്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. ഇത് ഷിഫാന ഷെറി എഴുതിയ നിറമുള്ള അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ളതാണ്. അപ്പൊ എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. എങ്ങനെയാണ്? നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അനിയൻ, അനിയത്തി, ചേട്ടൻ, ചേട്ടത്തി, ആരെയും ആയിക്കോട്ടെ, നിങ്ങൾ കൊതിയോടെ ഒരു ഭക്ഷണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടപ്പിറപ്പ് ചോദിക്കണം, അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ശരി, നീ എടുത്തോ, എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും? നമുക്കത് കഴിക്കണം എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് വിട്ടുകൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഒരു തരത്തിൽ കള്ളമാണ്. പക്ഷെ അവിടെ നമ്മൾ ശരിക്ക് ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ ശരിക്കും നമ്മൾ തന്നെയാണ് ജയിക്കുന്നത്. പിന്നെയോ, സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ, ആരും ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധം നമ്മളെ ഒരുപാട് ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് വിഷമായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമായിട്ടുണ്ടായിരിക്കും. സ്നേഹമുള്ളവർ നമ്മളെ ശകാരിക്കുമ്പോൾ ഒരുപാട് വിഷമായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? ഇല്ല എന്ന് പറയുന്നു. വിഷമായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു, അല്ലെ? അവിടെ നമ്മുടെ ഉള്ളിൽ വിഷമം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, വിഷമം ഉണ്ട്. പക്ഷെ നമ്മൾ ഇല്ല എന്ന് കള്ളം പറയുന്നത് ആ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ട്, ആ വിഷമായെന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടം വരരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഇല്ല എന്ന് പറയുന്നു. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കിലാണ് നിങ്ങളുള്ളത്, എന്തെങ്കിലും ജോലി ആയിക്കോട്ടെ, ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിക്കോട്ടെ, ആ സമയത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ നിനക്ക് തിരക്കാണോ എന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, തിരക്കില്ല, ഞാൻ വരാം, തിരക്കല്ല എന്ന് കള്ളം പറയണം. അവിടെ നമുക്ക് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, തിരക്കുകൾ ഒരുപാടുണ്ട്. പക്ഷേ എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ള സമയത്ത്, മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത്, ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു സമയത്ത് ഒരാൾ വന്ന് ചോദിക്കാൻ എന്താ പാട്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് എന്ന് നമ്മൾ പറയും, അല്ലെ? അതെന്തിനാണ്? നമുക്ക് സുഖമൊന്നുമില്ല, നമ്മുടെ മനസ്സിൽ സുഖമില്ല. പക്ഷെ എന്താണ്? നമ്മൾ സുഖമാണെന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് അവരെ വിഷമിപ്പിക്കരുത് എന്നുള്ള രീതിക്കാണ് നമ്മളത് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ മറുപടി കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്. എന്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. ആ ദിവസം എല്ലാം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലേ? കളവ് എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടി പറഞ്ഞ കളവുകൾ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ്? എന്റെ വേദനകളെ ഞാൻ എനിക്ക് തന്നെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ളവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കളവ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ഓർക്കാൻ മറക്കരുത്. അതാണ് സത്യം. ആ കളവുകളിലും ജയിച്ചത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പൊ അതാണ് സത്യം. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കളിയായും പുളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പുളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ? അതായത് കളിയായി പോലും കളവ് പറയരുത് എന്നുള്ളൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലാണ് ഇവിടെ ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളിയായും പുളി പറയരുത് എന്നാ. കണ്ടോ? ഈ കളവ് പറയുന്നത് ശരിയാണോ? കള്ളം പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. പൊതുവായി കള്ളം പറയുന്നത് തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്.
കളിയായും പുളി പറയരുത് എന്ന പഴഞ്ചൊല്ല് കള്ളം പറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ വലിയൊരു ദോഷം ഒഴിവാക്കാനോ പറയുന്ന കള്ളങ്ങൾ, ഉദാഹരണത്തിന് കവിതയിൽ പറയുന്ന തരത്തിലുള്ളവ. അതായത് നമ്മൾ കവിതയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടപ്പിറപ്പ് നമ്മൾ കഴിക്കാൻ വെക്കുന്ന ഭക്ഷണം വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖം അല്ലാഞ്ഞിട്ടും നമ്മൾ അതേ എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർ ശരിയായി കണക്കാക്കാറുണ്ട്. അത് തന്നെയാണ് ശരി, അല്ലെ? അവിടെ നമ്മൾ അതിനെ ഒരു കള്ളമായിട്ട് കൂട്ടുകയല്ല, പകരം വലിയൊരു ശരിയായിട്ട് മാറുകയാണ് ആ കളവ് ചെയ്യുന്നത്. ചോദ്യം 2. കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ? കവിതയുടെ സന്ദേശം പൂർണ്ണമായും ഇല്ലാതാകും. കവിതയിൽ പറയുന്ന സന്ദർഭങ്ങളിൽ മധുരം വേണ്ടെന്ന് പറയുന്നത്, വിഷമമില്ലെന്ന് പറയുന്നത്, തിരക്കില്ലെന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാനോ കാരണമായേക്കാം. ഈ കള്ളങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമാണ്. അവിടെ നേരാണ് പറഞ്ഞതെങ്കിൽ അത് സ്വാർത്ഥതയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള താല്പര്യമില്ലായ്മയായോ വ്യാഖ്യാനിക്കപ്പെടും. ഇത് കവിത നൽകുന്ന ആഴത്തിലുള്ള സന്ദേശത്തിന് വിരുദ്ധമാകും. ചോദ്യം 3. നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ചെടിയില് പുഴുക്കൾ വന്ന് അതിന്റെ ഇലയും തണ്ടും ഒക്കെ കാർന്നു തിന്നുന്ന ചിത്രം. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? അപ്പൊ കവിതയിൽ പറയുന്ന കള്ളങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സങ്കടം ഉണ്ടാവരുത് എന്നുള്ള രീതിക്കുള്ള കള്ളങ്ങളാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ചെടി തന്നെ കാർന്നു തിന്നുന്ന പുഴുക്കള്, അവരെ കുറിച്ച് അവർക്ക് ചെടി സമ്മതിക്കുന്നത് കൊണ്ടാണ് അവരത് കഴിക്കുന്നത്, അല്ലെ? അപ്പൊ ചെടി പറയാനിടയുള്ള നുണകൾ എന്തെല്ലാമായിരിക്കും? ഇലകൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല, താൻ ഇപ്പോഴും ആരോഗ്യവാനാണ്, പുഴു കടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചിട്ടില്ല, വരൾച്ച മുരടിച്ചിട്ടില്ല, തന്റെ ഇലകൾക്ക് നല്ല രുചിയാണ് ഉള്ളത്. ഇക്കാര്യങ്ങളെല്ലാം പറയൂ, അല്ലെ? അതായത് ഇലകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ പറ്റിയിട്ടില്ല എന്ന് ചെടി പറയുന്നു. അതുപോലെ തന്നെ ആ ചെടിയുടെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ താൻ ഇപ്പോഴും ആരോഗ്യവാനാണ് എന്ന് ചെടി പറയുന്നു. പുഴു കടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചിട്ടില്ല എന്ന് പറയുന്നു. വേദനിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും, അപ്പോഴും വേദനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അവിടുത്തെ നന്മ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ കളവുകളൊക്കെ അവിടെ ഒരു വലിയ നന്മ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചെറിയൊരു പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ആ ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്